എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2026-27 അധ്യയന വർഷം PG പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അതിനു മുമ്പ് വെബ്സൈറ്റ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ മേളിൽ കാണാൻ സാധിക്കും. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ നൗ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ന്യൂ രജിസ്ട്രേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. 2026-2027 നമുക്ക് നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻസ് പത്രക്കുറിപ്പ് നോക്കാം. 2026-27 അധ്യയന വർഷത്തെ ഏകജാലകം മുഖേനയുള്ള ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിനായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. മെയ് മാസം 29 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗത്തിന് 520 രൂപയാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 220 രൂപ. പ്രവേശന വിജ്ഞാപനത്തിനും പ്രോസ്പെക്ടസും വെബ്സൈറ്റ് admission.uoc.ac.in ഞാൻ പറഞ്ഞ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവരുടേത് അല്ലെങ്കിൽ രക്ഷകർത്താവിൻ്റെയോ ഫോൺ നമ്പർ നൽകി OTP വെരിഫിക്കേഷൻ നടത്തുകയും തുടർന്ന് മൊബൈലിൽ ലഭിക്കുന്ന CAP ID-യും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ പൂർത്തിയാക്കേണ്ടതാണ്. അപേക്ഷാ ഫീസ് അടച്ച ശേഷം റീലോഗിൻ ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതോടെ മാത്രമേ അപേക്ഷ പൂർത്തിയാകുകയുള്ളൂ. അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷ ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതുവരെ എഡിറ്റ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഫൈനൽ സബ്മിഷൻ ചെയ്തതിന് ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത വിദ്യാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷൻ അവസാന തീയതി വരെ അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനുള്ള വൺ ടൈം എഡിറ്റ് സൗകര്യം സ്റ്റുഡൻറ് ലോഗിനിൽ തന്നെ ലഭ്യമാകും. എഡിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ പുതിയ അപേക്ഷ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിക്കേണ്ടതില്ല. അതായത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ഹാർഡ് കോപ്പി ഒന്നും നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിക്കേണ്ടതില്ല എന്നാണ് വ്യക്തമാകുന്നത്. എന്നാൽ അഡ്മിഷൻ ലഭിക്കുന്ന അവസരത്തിൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും മറ്റനുബന്ധ രേഖകളും അതാത് കോളേജിൽ സമർപ്പിക്കേണ്ടതാണ്. നിങ്ങൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും മറ്റ് രേഖകളൊന്നും യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ടതോ സമർപ്പിക്കേണ്ടതോ ഇല്ല. പക്ഷേ പ്രവേശനം നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ പ്രവേശനം ലഭിക്കുന്ന മുറയ്ക്ക് ആ കോളേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഈ പ്രിൻ്റ് ഔട്ടും മറ്റ് ഡോക്യുമെൻറ്റ്സ് സമർപ്പിക്കേണ്ടതാണ്. പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ജനറൽ, മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ്, ഭിന്നശേഷി വിഭാഗക്കാർ, വിവിധ സംവരണ വിഭാഗക്കാർ ഉൾപ്പെടെ ഓൺലൈനായി അപേക്ഷാ സമർപ്പണം നടത്തി അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. മാനേജ്മെൻറ്റ്, സ്പോർട്സ് കോട്ട, NRI എന്നീ കോട്ടകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷന് പുറമെ പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിലും പ്രത്യേക അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. മാനേജ്മെൻറ്റ്, സ്പോർട്സ്, NRI പ്രവേശന കോട്ടകളിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈനായി രജിസ്ട്രേഷൻ ചെയ്യുന്നതിനൊപ്പം തന്നെ കോളേജിലും രജിസ്ട്രേഷൻ ചെയ്യണം. ഇത് മെറിറ്റുകാർ ചെയ്യേണ്ടതല്ല. മാനേജ്മെൻറ്റ്, സ്പോർട്ട്, NRI കോട്ടകളിൽ പ്രവേശനം നേടേണ്ടവരാണ് ഓൺലൈൻ യൂണിവേഴ്സിറ്റി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിനൊപ്പം കോളേജിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്ന സ്വാശ്രയ സെൻറ്ററുകളിൽ സ്പോർട്സ് കോട്ടയ്ക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ അവസാന തീയതിക്ക് മുമ്പ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് തയ്യാറാക്കുന്ന സ്പോർട്സ് കോട്ട റാങ്ക് പട്ടികയിൽ ഉൾപ്പെടേണ്ടതിന് ആവശ്യമായ രേഖകൾ സഹിതം യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ പ്രത്യേക അപേക്ഷ സമർപ്പിക്കണം. ഓൺലൈൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് 15 ഓപ്ഷൻ വരെ നൽകാം. അതായത് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് 15 കോളേജും 15 കോഴ്സും നൽകാവുന്നതാണ്. കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം ലഭിക്കേണ്ട വിദ്യാർത്ഥികൾ അവർ തിരഞ്ഞെടുക്കുന്ന 15 കോളേജ് ഓപ്ഷനുകൾ ഉൾപ്പെടുന്ന എയ്ഡഡ് കോളേജിലും അർഹമായ കമ്മ്യൂണിറ്റി കോട്ടയിലായിരിക്കും പരിഗണിക്കുക. അതായത് നിങ്ങൾ എന്താണ് ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലാണ് പ്രവേശനം ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന 15 ഓപ്ഷനുകളിൽ എയ്ഡഡ് കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കായിരിക്കും നിങ്ങളെ പരിഗണിക്കുക. ഓരോ കമ്മ്യൂണിറ്റിക്കാർക്കും അർഹമായ കോളേജുകളുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജുകളുടെ എല്ലാം ലിസ്റ്റ് യൂണിവേഴ്സിറ്റി ലഭ്യമാണ്. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട കോളേജുകൾ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്ത 15 ഓപ്ഷനുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനാണത്. ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കോളേജുകൾ വിദ്യാർത്ഥി തിരഞ്ഞെടുത്ത 15 ഓപ്ഷനുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ്. ഗവൺമെൻറ്, എയ്ഡഡ്, സ്വാശ്രയ കോളേജുകളിലെ കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും താല്പര്യമുള്ള
ഉം. ആഗ്രഹിക്കുന്ന ഓപ്ഷനുകൾ മുൻഗണനാ ക്രമത്തിൽ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. വിവരങ്ങൾ ബന്ധപ്പെട്ട് അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾ അതാത് സമയത്ത് അലോട്ട്മെന്റ് കാര്യങ്ങളെല്ലാം പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ നിർദ്ദേശം സർവകലാശാല വാർത്തകൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. അലോട്ട്മെന്റ്, അഡ്മിഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി വ്യക്തിഗത അറിയിപ്പുകൾ നൽകുന്നതല്ല. തീർച്ചയായും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് സ്ക്രീൻ ലഭ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യപ്പോൾ മൈ നെയിം ഇസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ ഗ്രീൻ തിങ്സ് ഫോർ വാച്ചിങ്. ബൈ.